മലമ്പുഴയിലെ വി.എസ്.മാർ തമ്മിലുള്ള പോരാട്ടത്തിന് അരങ്ങൊരുങ്ങി. പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ 4ാം വിജയം തേടിയാണ് മലമ്പുഴയിൽ മത്സരിക്കാനിറങ്ങുന്നതെങ്കിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായ കെ.എസ്.യു സംസ്ഥാന പ്രസിഡന്റ് വി.എസ്. ജോയിയുടെ കന്നി മത്സരമാണ് മലമ്പുഴയിലേത്. ഇന്നലെ ഔദ്യോഗിക പ്രചരണത്തിന് തുടക്കം കുറിച്ച രണ്ടുപേർക്കും വൻ വരവേൽപ്പാണ് ഇരു മുന്നണികളും നൽകിയത്. 4ാം വിജയം തേടി പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദനാണ് മലമ്പുഴയിൽ ഔദ്യോഗിക പ്രചരണത്തിനായി ആദ്യമെത്തിയത്. പ്രായം തളർത്താത്ത പോരാട്ടവീര്യവുമായി വി.എസ്. പ്രചരണത്തിന് തുടക്കം കുറിച്ചപ്പോൾ പാർട്ടി പ്രവർത്തകരും ആവേശം കൊണ്ടു. പാലക്കാട് ടൗൺഹാളിൽ നടന്ന മണ്ഡലം കൺവെൻഷനിൽ തന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ വി.എസ്. ഇനി മണ്ഡലത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും വ്യക്തമാക്കി. റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കുകയാണ് നമുക്ക് ചെയ്തു തീർക്കുവാനുള്ളത്. ഈ കാര്യത്തിൽ റെയിൽവേയുടെയും കേന്ദ്ര സർക്കാരിന്റെയും സഹായം കൂടി ആവശ്യമായതുകൊണ്ടാണ് ഈ കാര്യം നീണ്ടുപോകുന്നത്. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് യു.ഡി.എഫ് സ്ഥാനാർത്ഥി വി.എസ്. ജോയി പ്രചരണത്തിനായി മണ്ഡലത്തിലെത്തിയത്. ഷാഫി പറമ്പിൽ എം.എൽ.എ. ഉൾപ്പെടെയുള്ളവർ വി.എസ്. ജോയിയെ സ്വീകരിക്കാനെത്തിയിരുന്നു. വി.എസ്. ജോയിലൂടെ ഇടതുകോട്ട പിടിച്ചെടുക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് പ്രവർത്തകർ. വി.എസിന്റെ പ്രായത്തെ വിമർശിച്ചാണ് ജോയി തുടങ്ങിയത്. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർക്ക് വന്ധ്യവയോധികനായ സഖാവ് അച്യുതാനന്ദൻ വഴിമാറിക്കൊടുക്കേണ്ടുന്ന കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ മലമ്പുഴ മണ്ഡലത്തിലെ വോട്ടർമാർ വോട്ട് കുത്തുന്ന കേവലം യന്ത്രങ്ങളല്ല എന്ന തിരിച്ചറിവുണ്ടാവുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറാൻ പോവുകയാണ്. 2001-ൽ വി.എസിനെ സതീശൻ പാച്ചേനി വിറപ്പിച്ച പോലെ വി.എസ്. ജോയിക്ക് സാധിക്കുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. റിപ്പോർട്ടർ, പാലക്കാട്.